ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ചയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ വരുത്തുന്നത്, എന്തൊക്കെയാണ് പറ്റുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ പോവുക കേട്ടോ. ഞാൻ ഈ ഒരു ഇത് തന്നെ ഉപയോഗിച്ചിട്ട് എൻ്റെ ഓഡിയോ ക്ലിപ്പാണ് കേൾക്കുന്നത്, അല്ലാതെ വീഡിയോ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. വോയിസാണ് ഫുള്ളും. ഇടയ്ക്ക് കുറച്ച് ക്ലിപ്പുകളും ഉണ്ട്, അത്രയും മിക്സഡ് ആട്ടോ. അപ്പോൾ അത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ MVD ലീഡ്സിൻ്റെയും അതുപോലെ തന്നെ പരിവാഹൻ സേവയുടെ സൈറ്റിലും കയറി മോക്ക് ടെസ്റ്റുകൾ എഴുതുക കേട്ടോ. ഇപ്പോൾ ഇതും അതുമായിട്ട് എന്താ ബന്ധമെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു തരാം. അതുതന്നെ MVD ലീഡ്സിൻ്റെ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഇനി പരിവാഹൻ സേവയിൽ എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് എഴുതുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിവാഹൻ സേവയുടെ സൈറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ടുള്ള പരിവാഹൻ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്ന ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും. അതിനകത്ത് ആ 3 വരയില്ലേ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് കൊണ്ടുവരും. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക, കേരള എന്ന്. അപ്പോഴത്തേക്കും ഇനി അടുത്ത ഇൻ്റർഫേസ് വന്നിട്ട് അതിനകത്ത് ലൈസൻസ് മെനു എടുത്തിട്ട് നമ്മൾ ലേണേഴ്സ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടെസ്റ്റ് ഫോർ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കാട്ടോ നമ്മളെ കൊണ്ടുപോവുക. ഇവിടെ ആപ്ലിക്കൻ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ലാംഗ്വേജ്, സ്റ്റേറ്റ്, ഓക്കെ, അത്രയും നമ്മൾ സെലക്ട് ചെയ്യണം. ആപ്ലിക്കൻ്റ് നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പേസ് ഒന്നും ഉപയോഗിക്കരുത് ഈ ഒരു മോക്ക് ടെസ്റ്റിന്. ഇപ്പോൾ എൻ്റെ പേര് അഖില എന്നാണ്. അപ്പോൾ അഖില കഴിഞ്ഞിട്ട് സ്പേസ് അഖില സുരേന്ദ്രൻ എന്നുള്ളത് സ്പേസ് ഇട്ട് സുരേന്ദ്രൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ മോക്ക് ടെസ്റ്റിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ട് പറ്റാതെയും. അപ്പോൾ എന്താണോ പേര്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ ഏത് പേര് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടേതല്ലാത്ത പേരോ അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തും ശരിയാക്കണം, അങ്ങനത്തെ ഒരു ഇതില്ല. ഇറ്റ്സ് എ മോക്ക് ടെസ്റ്റ്. ആ ഒരു രീതിയിൽ എടുത്താൽ മതിയിട്ട് നമുക്ക് ഏത് പേര് വേണമെങ്കിലും ഇടാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം, അത്രേ ഉള്ളൂ. മോക്ക് ടെസ്റ്റ് എഴുതുക, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഇതുപോലെയാണ് നമ്മളുടെ ശരിക്കുള്ള ലേണേഴ്സ് ടെസ്റ്റ് നടക്കുക. ആദ്യം തന്നെ വരുന്ന ഇൻ്റർഫേസിൽ എനിക്കിപ്പോൾ അത്രയ്ക്ക് ഓർമ്മയില്ല കേട്ടോ, ഒരു 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 2 ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ആപ്ലിക്കൻ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ ഇതില്ലേ. അപ്പം അതുപോലെ തന്നെ എനിക്കൊന്ന് ആപ്ലിക്കൻ്റ് നമ്പറാണെന്ന് തോന്നുന്നു. നമ്പറും പിന്നെ ക്യാപ്ചയും ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതോ OTP ആണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് വരുന്ന ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ സമയമെടുത്ത് തന്നെ നമ്മൾ ഫില്ലപ്പ് ചെയ്യുക. OTP നമ്മുടെ ഫോണിലേക്കാണ് വരിക. പിന്നെ ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ ആ പേപ്പറുകളില്ലേ, ലേണേഴ്സ് ടെസ്റ്റ് കൊണ്ടുപോകുന്ന പേപ്പറുകളിലുണ്ടാവും ആപ്ലിക്കേഷൻ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതും എഴുതുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസിൽ ഐ തിങ്ക് ക്യാപ്ചയും പിന്നെ പിൻ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. അതാ ഈ MVD ആയിട്ടുള്ള ഓഫീസർ നമ്മളുടെ പരീക്ഷ എഴുതുമ്പോൾ അവിടെ ഉള്ള MVD ഓഫീസർ തരുന്ന ഒരു നമ്പറാണ് പിൻ നമ്പർ. അത് എല്ലാവർക്കും യൂണീക്കായിരിക്കാം. എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻസിനെല്ലാം 30 സെക്കൻഡ് സമയമാണോ എന്നുള്ളത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അത്രയും ഒന്നും വിശദീകരിച്ച് നോക്കാനായിട്ടൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തു. അത്രയ്ക്കൊന്നും നോക്കി സമയം കളയാനായിട്ട് എനിക്ക് സമയമില്ലായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, അപ്പോൾ തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എൻ്റെ മാർക്ക് നമുക്ക് എത്ര എണ്ണം ശരിയാക്കിയെന്ന് റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഇങ്ങനെ പോയിൻറ്റ്സ് ഇങ്ങനെ വരും. നിങ്ങൾ MVDയുടെ ആപ്പിൽ മോക്ക് ടെസ്റ്റ്, അത് MVDയുടെ അല്ല,
ഈ ഒരു പരിവാഹൻ സൈറ്റിൽ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. റൈറ്റ് സൈഡിൽ മുകളിൽ ഇങ്ങനെ ഓരോരോ മാർക്ക് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. റൈറ്റ് സൈഡിലല്ല കേട്ടോ, സോറി, MVD ഈ ഒരു പരിവാഹൻ സൈറ്റിൽ ഏറ്റവും താഴത്തെ ആ ഒരു ലൈനിലാണ് ആ ഒരു മാർക്ക് വരിക. പക്ഷേ എക്സാമിന് വന്നിട്ട് നമ്മളുടെ റൈറ്റ് സൈഡിൻ്റെ മുകളിലായിട്ടാണ് ആ ഒരു മാർക്ക് ഇങ്ങനെ കൂടി വരിക. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മുടെ ഫോട്ടോയും നമ്മുടെ പേരും ഉണ്ടായിരിക്കും. അതും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അല്ലാതെ ടൈമറൊന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ 15 മിനിറ്റ് എന്നുള്ളതായിരിക്കും. ഈ പരിവാഹൻ സൈറ്റിലും ഏകദേശം ടൈമറൊന്നും ഇല്ലല്ലോ. ഞാൻ ടൈമറായിട്ട് കണ്ടിട്ടില്ല പരിവാഹൻ സൈറ്റിലും. നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് ഏകദേശം എനിക്ക് തോന്നുന്നു 10 ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ അത് എററായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പരിവാഹൻ സൈറ്റിൽ. അപ്പോൾ നമ്മൾ ടൈം മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ക്യാപ്ച അടിക്കാനായിട്ടുള്ള സമയം കിട്ടും. പിന്നെ ഈ ക്യാപ്ചയിൽ വരുന്ന പ്രശ്നം, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാകാമെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട കാര്യം കേട്ടോ. എൻ്റെ അടുത്തിരുന്ന ഒരു കുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 2ാമത് എഴുതുന്ന ആളായിരുന്നു. ഓക്കെ, ലേണേഴ്സ് ലൈസൻസ് എടുക്കാൻ വേണ്ടി 2ാമത് ടെസ്റ്റ് എഴുതുന്ന ആളായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യത്തെ പേജ് എന്താണ്, ആപ്ലിക്കൻ്റ് നെയിമും പിന്നെ എനിക്ക് തോന്നുന്നു ഫോണിൽ വരുന്ന ആ ഒരു പാസ്വേഡും. പുള്ളിക്കാരൻ അതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുക. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് പാസ്സായിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പില്ല, പിൻ നമ്പറും അതുപോലെ തന്നെ ക്യാപ്ചയും അതും അടിച്ച് ശരിയായി കഴിഞ്ഞിട്ടാണ് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഏത് ലാംഗ്വേജാണെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്നുള്ള പേജ് വരുന്നത്. അതും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എക്സാം തുടങ്ങുന്നത്. തുടങ്ങുമ്പോഴാണ് ടൈമർ ഓൺ ആവുള്ളൂ. ഓക്കെ, അത്രയും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമേ ടെൻഷൻ അടിച്ച് ഈ നമ്മളുടെ ഫോണിലേക്ക് വരുന്ന OTP ശരിയല്ലാതെ എഴുതുമോ, OTP ഏകദേശം എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും അതിനകത്തുണ്ടാവും. അതായത് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ പ്ലസ് 1 2 3 നമ്പേഴ്സും ഉണ്ടാവും. അങ്ങനെ മിക്സഡ് ആയിട്ടാണ് OTP വരിക. അപ്പോൾ അത് ഫോണിൽ നോക്കുക, കൃത്യമായിട്ട് എഴുതുക. നമ്മളത് ശരിയായില്ലെങ്കിൽ നമുക്ക് ടൈമുണ്ട്, നിങ്ങൾ പേടിക്കരുത്. പേടിച്ച് ഇങ്ങനെ ഞെക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ടൈം പോവോ എന്ന് പറഞ്ഞ് പേടിച്ച് നമ്മൾ എഴുതരുത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള കൺട്രോൾ പോവും ആ ഒരു എക്സാം എഴുതാനായിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പേടിക്കരുത്. അത് ശരിയായില്ലേ, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, അതൊക്കെ ശരിയായി കഴിഞ്ഞാലാണ് എക്സാം തുടങ്ങുള്ളൂ. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ സമയമെടുത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. അതിന് ടൈം ലിമിറ്റ് ഇല്ല. നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആ 3rd വിൻഡോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ MVD ലീഡ്സിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇത് കാണാറില്ലേ, 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 15 മിനിറ്റാണ്, സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറയില്ലേ. അതുപോലത്തെ സംഭവം നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലും കിട്ടും. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞോ, അത് കഴിഞ്ഞിട്ടാണ് സമയത്തിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നേരം വരെ നമുക്കൊരു കുഴപ്പമില്ല, ടൈമുണ്ട്. പതുക്കെ ഇരുന്ന് ചെയ്യുക. ആദ്യത്തെ ആ 2-3 സ്റ്റെപ്പുകൾ പതുക്കെ ഇരുന്ന് നമ്മൾ ശരിയാക്കി ചെയ്യുക. ഇതിനകത്ത് ക്യാപ്ചയും എനിക്ക് പേഴ്സണലി ഞാൻ 2ാമത്തെ ഇത് വന്നപ്പോഴത്തേക്കും എൻ്റെ ക്യാപ്ച തെറ്റായിട്ട് ഞാൻ അടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാപ്ച തെറ്റായിട്ട് അടിച്ചിട്ട് തെറ്റാണെന്ന് കാണിച്ചു. കഴിഞ്ഞിട്ട് വേറെ പുതിയൊരു ക്യാപ്ച വന്നു, അതടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു പരീക്ഷ ഈ 30-15 എനിക്കൊന്നും മലയാളം അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. 3ാമത്തെ ഇതെന്താണെന്ന് ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. 3ാമത് വരുന്ന ആ ഒരു സെക്ഷൻ ഏതാണെന്ന്. അപ്പോൾ അതിലേക്ക് പോയത്. അപ്പം നിങ്ങൾ പേടിക്കരുത്. ആദ്യത്തെ 2 പേജ് വന്നിട്ട് ഇതുപോലെ സമയമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 15 സെക്കൻഡാണുള്ളത്. അതിൻ്റെ ആ ക്വസ്റ്റ്യൻസിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പരീക്ഷാ പേപ്പറിൽ നമ്മൾ ആദ്യത്തെ PSC എഴുതുമ്പോഴൊക്കെ ആണെങ്കിൽ ആദ്യം ഇങ്ങനെ കൊടുക്കൂലേ, ഇന്നതുപോലെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള എന്താ പറയുന്നത് റെഗുലേഷൻസും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതില്ലേ. അത് നമ്മൾ ഓക്കെ എന്ന സബ്മിറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ ടൈമർ ഓൺ ആവുക. ക്വസ്റ്റ്യൻ
എപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എപ്പോൾ പോപ്പപ്പ് ചെയ്യുന്നോ, എപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നോ അന്നേരം മുതലാണ് നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പം അതിന് മുന്നേ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, പതുക്കെ സമയമെടുത്ത് എഴുതി ശരിയാക്കുക. ക്യാപ്ച ആണെങ്കിലും നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP ആണെങ്കിലും പതുക്കെ സമയമെടുത്ത് നമ്മൾ ഓരോന്നോരോന്നും പറക്കി എഴുതുക. ഫോണിലേക്ക് വരുന്ന OTP മിക്സഡ് ആയിരിക്കും. അതുപോലെ തന്നെ ആ സൈറ്റിലേക്ക് കയറാനായിട്ടുള്ള ക്യാപ്ചയും മിക്സഡ് ആയിരിക്കും, അതും ശ്രദ്ധിച്ച് എഴുതുക. പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ വരുന്ന ക്യാപ്ച സിമ്പിളാണ്. ഞാനിപ്പോൾ 2-3 പേര് പറയുന്നത് കണ്ടു, എന്നെ പോലെ തന്നെയായിരുന്നു. ക്യാപിറ്റൽ ലെറ്റർ പ്ലസ് നമ്പേഴ്സാണ് വരുന്നത്, 4 നമ്പേഴ്സ്. അപ്പോൾ അത് പ്രത്യേകം വലിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ക്യാപ്ചയും അടിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇത് പാസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ.